സാറിന് എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? നമ്മൾ ഷൗട്ട് ചെയ്യുക ഇല്ല എന്നുള്ളത് ആക്ച്വലി അൺഎത്തിക്കലാണ്. ഷൗട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഉം. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നതിന് പകരം ദേഷ്യപ്പെടുന്നത്. അതെ, ചില ആളുകൾ ദേഷ്യപ്പെട്ടാലേ അവരുടെ പണിയെടുക്കും, മാക്സിമം എഫിഷ്യൻസി പണിയെടുക്കും. കൊണ്ടുവരുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അവരെ നമ്മളുടെ ഹൃദയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുക, അതല്ല ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് എടുക്കരുത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവനോട് ദേഷ്യപ്പെട്ടാലേ, ഇവനോട് കുറച്ച് റൂഡായിട്ട് സംസാരിച്ചാലേ അവൻ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവന് ഇമ്പോർട്ടൻസ് എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ അവൻ കാഷ്വലായിട്ട് എടുക്കും. ചില ആളുകൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ആ ടോൺ എടുത്ത് സംസാരിക്കണം. അതെ, അതൊരു പേഴ്സണൽ കാര്യമല്ല, അതും ബുദ്ധിപരമായിരിക്കണം, അതെ, അല്ലാതെ ഇമോഷണലി ആവരുത്. അതെ, ഒരു ഡിസിഷൻ ആയിരിക്കണം. അതെ, ഇമോഷണൽ ആവരുത്. ആവരുത്. ഇന്ന് ഇമോഷണൽ ആവുമ്പോൾ നമ്മളെ എഫക്ട് അത് ചെയ്യും. നമ്മളെ affect അവരെ എഫക്ട് ചെയ്യുന്ന കാര്യമെല്ലാം അതിനേക്കാളേറെ നമ്മളെ നമ്മളെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇമോഷണൽ ആവുന്നതിന് പകരം നമ്മൾ ഡെലിബറേറ്റ്ലി കാര്യം തീരുമാനിച്ച്, അങ്ങനെ ഒരു ദേഷ്യപ്പെടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദേഷ്യപ്പെടണം. ആ ആയുധം അതൊരു ആയുധമാണ്, അത് ഉപയോഗിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ദേഷ്യപ്പെടുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിച്ചു ദേഷ്യപ്പെടണം എന്നുള്ളത്. പക്ഷേ അതിനു മുന്നേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാൻ തയ്യാറാവണം. നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ പറയുന്ന ആൾക്ക് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെ ബോസ് എന്നോട് ദേഷ്യപ്പെടുകയാണോ, അവിടെ അദ്ദേഹം ഇമോഷണലായിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ചില സമയങ്ങളിലൊക്കെ അനുഭവിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും, ഇത്രേ ആൻസർ ഉള്ളൂ, അതവിടെ ബ്ലോക്കാണ്, മെന്റലി ബ്ലോക്ക്ഡ് ആണ്. ഇങ്ങോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യമായി ചെല്ലുമ്പോൾ തന്നെ ആള് ബ്ലോക്കഡാ, ഓപ്പണേ അല്ല. പിന്നെ അവിടെ എങ്ങനെ തുറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ ചൂടാകും കൂടെയും ചെയ്താൽ, നിങ്ങൾ ഈ പറഞ്ഞ ദേഷ്യപ്പെടും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ പ്രശ്നത്തിലേക്ക് പോകും. ഇതുപോലെ ആദ്യ ബ്ലോക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ സത്യത്തിൽ നമ്മളൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ടാർഗറ്റ് എത്തിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കൃത്യമായി വളരെ ഈസിയായി നടത്തിയ ടാർഗറ്റുകളായിരിക്കും മെയിൻറ്റ് ചെയ്യാതെ, അതിലേക്ക് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ല, വായ തുറന്നൊന്നും മിണ്ടില്ല. ഇവിടെയൊക്കെ ആകെ ഡെസ്പറേറ്റ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്ന നമ്മുടെ ബിസിനസ്സിൻ്റെ ഒക്കെ അനുഭവത്തിൽ ഇരിക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ ബ്ലോക്കുകളൊക്കെ നമുക്ക് തുറക്കാനും അവരുടെ ഉള്ളിലേക്ക്, കാരണം ഇതൊന്നും അവർ കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. നമ്മുടെ ടീമിലുള്ള ആളുകൾ ഇങ്ങനെ മതി, ഇത് ബിസിനസ് മോശമാക്കണം, ബിസിനസ് വളരരുത് എന്ന് വിചാരിച്ചിട്ട് ആരും നമ്മളെ കൂടെ നിൽക്കില്ല. അവർ നിൽക്കുന്നത് ഇത് വളർത്തണം, ഇതിൻ്റെ പുതിയ പുതിയ ഐഡിയകളിലേക്ക് കയറിപ്പോകണം, ബിസിനസ്സിനെ വളർത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്ക് അറിയിട്ടാവില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ബ്ലോക്കുകളൊക്കെ എങ്ങനെ മറികടന്ന് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും? നമ്മളെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബ്ലോക്ക്സ് തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എനിക്കൊരു അസുഖം വന്നു, ഞാൻ ഹനീഫിക്ക് എനിക്ക് മരുന്നെടുത്ത് തരികയാണെങ്കിൽ എൻ്റെ മൈൻഡ് ബ്ലോക്ക്ഡാണ്. ഹനീഫിക്ക് ഡോക്ടർ അല്ലല്ലോ, അവിടെ ആക്സെപ്റ്റബിൾ അല്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. അപ്പം നിങ്ങൾ മരുന്ന് തരുമ്പോൾ ഞാൻ അപ്പോഴും അതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുടിക്കില്ല. കാരണം ഹനീഫിക്ക് ഡോക്ടർ അല്ല എന്നറിയാം. അപ്പോൾ അവിടെ നമ്മളെ ഉയർത്തണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ നിരന്തരം പഠിച്ച് അവരോട് പറയുമ്പോൾ സെൻസിബിൾ ആയിട്ടുള്ള, അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അവരെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. ഈ റെസ്പെക്റ്റിൽ നിന്നാണ് ഇഷ്ടങ്ങളും ഇങ്ങനെയുള്ള ആക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടാവേണ്ടത്. ആ റെസ്പെക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ പോയി തല കുത്തി മറിഞ്ഞിട്ടും നമ്മൾ നിരന്തരം പഠിക്കുന്ന ബിസിനസ് ഓണർ നിരന്തരം പഠിക്കുന്നവനായിരിക്കണം. നിരന്തരം ഏത് പുതിയ ടെക്നോളജി വന്നാലും ആദ്യം സ്വീകരിക്കുന്നവനായിരിക്കണം. അത് ആണ് എന്ന് ടീമിലുള്ള ആളുകൾക്ക് മനസ്സിലാവും വേണം. അവർക്ക് മനസ്സിലാവാത്തതും ഉണ്ടാവും. ചില ആളുകൾ നേച്ചുറലി അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഇവർക്ക് എത്ര കാപ്പബിൾ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോഴും ചില ആളുകൾ വായ തുറക്കാത്ത ആളുകൾ നാച്ചുറലി ഉള്ള ആളുകൾ ഉണ്ടാവാം. അത് വളരെ കുറവായിരിക്കും. അത് അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എഗെയിൻ 100 പേര് നിൽക്കുന്ന അല്ലെങ്കിൽ 10 പേരുള്ള ഒരു സ്ഥലത്ത് ഒരാളോ രണ്ടാളോ അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ 2 പേർക്ക് മാറില്ലാതെ വേറെ രക്ഷയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി, പഠിക്കാത്തൊരു കുട്ടി ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയും പുസ്തകം എടുത്ത് തുടങ്ങും. ഒരു സംശയവുമില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള ആളുകൾ പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് മിസ്റ്റേക്സ് വരുന്ന സമയത്ത് ആവർത്തിച്ചിട്ടുള്ള മിസ്റ്റേക്കാണോ അതോ ഒരു പ്രാവശ്യം സംഭവിച്ച മിസ്റ്റേക്കാണോ, ഒരു പ്രാവശ്യം സംഭവിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി
കറക്ഷനിലോട്ട് കൊണ്ടുവരണം. നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്, താഴത്തോട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മളിവിടെ കുറേ ഷവർ ചെയ്യുമ്പോൾ അവർ താഴത്തോട്ട് അതിൻ്റെ ഒരു പീസ് താഴത്തേക്ക് കൊടുക്കും. നമ്മളെന്താണോ കൊടുക്കുന്നത് അതാണ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. എവിടെ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ ട്രെയിനിങ്ങും അറിവും നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ അതാണ് നമ്മളുടെ റിയൽ അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ പൈസ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.